ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചൊവ്വാഴ്ച മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി.കെ. ജബ്ബാറിന് നൽകിയ മറുപടി ഉടൻ ആരോഗ്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ എൻ ഖൊബ്രാഗഡെയ്ക്ക് കൈമാറും. വകുപ്പിലുണ്ടായിരുന്ന പ്രോബ് തന്റേതല്ലെന്നും മറ്റൊരാളുടെ സ്വകാര്യ ഉപകരണം ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടത്താൻ സാധിക്കില്ല എന്നും ഡോക്ടർ ഹാരിസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സീനിയോറിറ്റി മറികടന്നുകൊണ്ടുള്ള ഡോക്ടർ വിശ്വനാഥിന്റെ സ്ഥിര നിയമനത്തിലും രൂക്ഷ വിമർശനം ഉയരുകയാണ്. മൂത്രക്കല്ല് നീക്കം ചെയ്യുന്ന മെഷീനായ ലിത്തോക്ലാസ്റ്റിന് ഉപയോഗിക്കുന്ന പ്രോബ് ആശുപത്രി അധികൃതർ വാങ്ങി നൽകാത്തതിനാൽ ശസ്ത്രക്രിയകൾ മുടങ്ങിയെന്നായിരുന്നു ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ. ഇതേക്കുറിച്ച് അന്വേഷിച്ച 4 ഡോക്ടർമാരുടെ സമിതി ഡോക്ടർ ഹാരിസിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് റിപ്പോർട്ട് നൽകിയത്. പ്രോബ് ഇല്ലെന്ന് ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയതിന്റെ പിറ്റേന്ന് ജൂൺ 28-ന് പ്രോബ് ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടത്തിയെന്ന അന്വേഷണ സമിതിയുടെ കണ്ടെത്തലാണ് നോട്ടീസിലെ മുഖ്യ ആരോപണം. ചൊവ്വാഴ്ച മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി.കെ. ജബ്ബാറിന് നൽകിയ മറുപടി ഉടൻ ആരോഗ്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ എൻ ഖൊബ്രാഗഡെയ്ക്ക് കൈമാറും. മെഡിക്കൽ കോളേജിൽ ഉപകരണമില്ലാത്തതിനാൽ ശസ്ത്രക്രിയ മുടങ്ങിയെന്ന് തുറന്നു പറഞ്ഞതിന് ലഭിച്ച കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകി യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ആരോപണം പൂർണ്ണമായി നിരസിച്ചാണ് ഡോക്ടർ ഹാരിസ് മറുപടി നൽകിയത്. അതിനിടെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറായി ഡോക്ടർ കെ.വി. വിശ്വനാഥ് സ്ഥിര നിയമനം നൽകി. മുൻപുണ്ടായിരുന്ന ഡോക്ടർ വിരമിച്ച ഒഴിവിൽ DME ചാർജ് വഹിക്കുകയായിരുന്ന അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം പ്രൊഫസറായിരുന്നു. സീനിയോറിറ്റി മറികടന്ന് ഡോക്ടർ വിശ്വനാഥന് നിയമനം നൽകിയെന്ന് ആക്ഷേപമുയർന്നിരുന്നു. ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിൽ വാർത്താ സമ്മേളനം നടത്തിയ പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും ഫോണിലൂടെ നിർദ്ദേശം നൽകിയതും വിവാദമായിരുന്നു. ജനം, തിരുവനന്തപുരം.